മാറിക്കാജ്. ഹലോ, അസ്സലാമു അലൈക്കും. ഇതൊക്കെ എല്ലാവരും വർത്താനം സുഖല്ലേ? നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. പിന്നെ നല്ല മഴയൊക്കെ ആണല്ലേ അല്ലേ? മഴക്കൊന്നും ഒരു കുറവുമില്ല. മഴയൊക്കെ ഉണ്ടാവട്ടെ, എന്നാലും നമുക്ക് വേനലൊടുക്കെ ആകുമ്പോൾ വെള്ളം ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പം നമ്മളിപ്പോൾ ഇന്ന് കുറച്ച് ചെറിയ അരി, കുറച്ച് ഉലുവയൊക്കെ എടുത്തുകാണ്ട് ഒച്ച ഉണ്ടാക്കല്ലേ, കുറച്ച് ചെറിയ അരി എടുത്തക്കണു. പിന്നെ കുറേരി കഞ്ഞി മോനക്ക് ഉണ്ടാക്കല്ല, കുറേരി കഞ്ഞി എനിക്കാണ്. കുറേ കാലങ്ങളായില്ല ഉലുവ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ കുറച്ച് ഉരുവിയും പിന്നെന്താ കുറച്ച് ചെറിയ കുറേരിയൊക്കെ അല്ലേ, അതൊക്കെ പാടിട്ടുകാണ്ട് നല്ലൊരു ഉലുവ കഞ്ഞി ഉണ്ടായി കുടിച്ചാൽ കേട്ടാ. ഉലുവ കഞ്ഞി കുടിച്ചിട്ട് ഇപ്പോൾ എത്രയായി? 3.5 കൊല്ലമായി. പിന്നെ ഉലുവ കഞ്ഞി കുടിച്ചിട്ടില്ല. അപ്പോൾ ഈ മഴക്കാലത്ത് നല്ലതാണല്ലോ ഉലുവ കഞ്ഞില്ലേ, നമ്മളെ ശരീരത്തിന് നല്ലതായിട്ട് കുടിച്ചോന്നല്ല കേട്ടാ. നല്ലതിപ്പോൾ നോക്കൊന്നുമല്ല, വയ്യ ഊരവേദനയും മറ്റുള്ള വേദനകൾ മൊത്തത്തിലുണ്ട്. അപ്പോൾ മരുന്നിനേക്കാളും നല്ലത് ഇപ്പോൾ ഇതൊക്കെ തന്നെ അല്ലേന്ന് കരുതിക്കാണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ തോന്നുക കുറച്ച് ഉലുവയൊക്കെ പിന്നെ പള്ളിയിലായാൽ ചിലപ്പോൾ ഊരവേദനയൊക്കെ ഒന്ന് കുറഞ്ഞാലോ വിചാരിച്ചുകാണ്ടേ കുറച്ച് അരിനേക്കാളും കുറച്ച് കൂടുതൽ ഉലുവയൊക്കെ ഇട്ടേക്കണേ. എന്നൊന്നും ഇപ്പം നമ്മൾ ഉണ്ടാക്കൂലല്ലോ. അപ്പോൾ വെള്ളമൊക്കെ ചൂടൊന്നുമില്ലല്ലോ മഴക്കാലം ആയതുകൊണ്ട്. എന്നിട്ട് നമുക്ക് അത് നല്ലോണം വെന്തിട്ടേ കുറച്ച് തേങ്ങാപ്പാലും പാർന്നുകാണ്ട് നല്ലൊരു 10-11 മണിയാകുമ്പോൾ നല്ലൊരു കഞ്ഞിയാണ് കുടിച്ചുക. അത് കുടിച്ചുകാണ്ട് വേണം ഇന്ന് ഒരു വൈക്ക് പോകാനും ഉണ്ട് കേട്ടാ. അപ്പം ഞാൻ ചോറ് തീമട്ടക്കണോ, ചോറ് തീമട്ട അടുപ്പത്ത് കഞ്ഞിയാണ്ട് വെക്കാൻ വിചാരിച്ചുകാണ്ടാണ്. അപ്പം ഇന്ന് പോവാണ്ട്. ഇന്ന് മക്കളെയും കൊണ്ടൊക്കെ നമ്മൾ ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ, സുൽത്താന ഓഡിറ്റോറിയം എന്നറിയാം, ആ ഓഡിറ്റോറിയത്തിൽ നമ്മൾ എല്ലാവർക്കും ഒരു മെമ്പർ ഞാൻ നാളെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ആ ഒരു കിറ്റിന് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ആ വീട്ടിലത്തെ മെമ്പർ നമ്മളെല്ലാ വാർഡിലും പിന്നെ നോട്ട് ബുക്ക് കൊടുക്കുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ. ഓല വാർഡിലൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ ഒരുപാട് വാർഡുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കൊടുക്കുകയാണ്. അപ്പോൾ എത്ര മക്കളുണ്ട് വെച്ചാൽ പഠിച്ചാൽ പോണ മക്കൾക്കൊക്കെ കൊടുക്കണം. LKG തൊട്ട് +2 വരെയുള്ള മക്കൾക്കൊക്കെ നോട്ട് ബുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഓരോരുത്തരും പിന്നെ വേണ്ടവരൊക്കെ നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്തൊക്കെയാണ്. 10ാം ക്ലാസ്സിലാണെങ്കിൽ 10 നോട്ട് ബുക്ക് അല്ല അപ്പോൾ അതിൻ്റെ ആവശ്യം. അപ്പോൾ 10 നോട്ട് ബുക്ക്, 8ക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള നോട്ട് ബുക്ക്. അപ്പോൾ രക്ഷിതാക്കളും മക്കളൊക്കെ പോകണം. അപ്പോൾ പിന്നെ അങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്. മോളതും മോൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. LKG തൊട്ട് +2 വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാളതും കൊടുത്തിട്ടുണ്ട് പേര്. അപ്പോൾ ഒരു 10 നമ്മളെ MLA സാഹിബൊക്കെ വരുന്നുണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 9:45 10 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തണം എന്നാണ് പറഞ്ഞേക്കണത്. പിന്നെ അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ വിചാരിച്ചുകൊണ്ട് ആ തിരക്കിലൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് നോട്ട് ബുക്ക് വിതരണം ചെയ്യണതും ഇതൊക്കെ കാണിച്ചു തരണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറയാൻ വിചാരിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ വെള്ളം എല്ലാവരും ഇന്നലെ ലൈവ് ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു വെള്ളം കിട്ടിയോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇന്നലെ രാത്രി മിഞ്ഞാന്ന് രാത്രി വെള്ളം വന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ കേടും പൈപ്പ് പൊട്ടൽ വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ വരും ഇക്കാരം. അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെന്നും പറയണ മാതിരി നമ്മളെ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. പുതുതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, ഹഫ്സ് വ്ളോഗ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്താൽ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് വേവിച്ചെടുക്കട്ടെ, പിന്നെ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യട്ടെ കേട്ടോ.
മരുന്നും കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമല്ലോ അല്ലേ മഴക്കാലത്ത്? നിങ്ങൾ ആരെങ്കിലുമൊക്കെ മരുന്നും കഞ്ഞിയൊക്കെ ഉണ്ടാക്കലുണ്ടോ? അതിൻ്റെ കിറ്റൊക്കെ അല്ലേ നമ്മളെ ആയുർവേദ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അതിൻ്റെ പേര് കർക്കിടക കഞ്ഞി അല്ലേ? അതൊന്നും കുടിച്ചാനായിട്ടുണ്ടാവില്ല അല്ലേ? അതിൻ്റെ കിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഈ ഉലുവ കഞ്ഞി കുടിച്ചാൽ തന്നെ മതി. ഞാൻ അങ്ങനെയൊന്നും ഉണ്ടായി കുടിച്ചതൊന്നും കേട്ടോ. മക്കളങ്ങളൊക്കെ വേണമെങ്കിൽ ചിരിച്ചുണ്ടാവും. ഈ പണീൻ്റെ ഓരോരോ തിരക്ക് കൂടി നമ്മക്ക് വെച്ചിട്ട് നമ്മളൊന്നും ഉണ്ടാക്കി തന്നാലൊന്നും ഇല്ലല്ലോ. നല്ല മഴയാണ്, പിന്നെ ശരീരം മൊത്തം വേദനയുണ്ട്, മൊത്തത്തിൽ വേദന. അപ്പം എനിക്കിങ്ങനെ തോന്നാം മരുന്ന് കുടിച്ചാലേ നമ്മൾ ശരീരം പിന്നെയും കേടുവരുന്നല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ടുള്ള ചെയ്തു നോക്കുകയാണ്. എന്തെങ്കിലും ഒരു ശമനം കിട്ടിയാലോ അല്ലേ? ഒരു ഷുഗറും കുറയിട്ടാ, നല്ലോണം ഷുഗർ കുറയും. അത് ഉലുവ നമ്മുടെ വയറ്റിക്കായ ഷുഗർ നല്ലോണം കുറയും. അത് ഞാൻ 100% ഉറപ്പ് തരികയാണ്. ല്ലേ അപ്പൊ അത് മതി, എമ്പാടും ഉണ്ടാവൂട്ടാ. അപ്പോൾ അത് നമ്മളെ മരുന്നും കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ പോയി എന്നിട്ടാണ് കുടിച്ചാൻ. അപ്പോൾ അതിനൊക്കെ ചൂടാറി നല്ലാണ്ട് സെറ്റ് ആയിക്കോട്ടെ അല്ലേ? എന്താണ് നമ്മളെ മരുന്നും കഞ്ഞി? മരുന്നും കഞ്ഞി അറിയാം, മരുന്നൊന്നും ഇട്ടിട്ടില്ല, എല്ലാവരും പലതും ഇടും. ഞാൻ ഉലുവ മാത്രം ഇട്ടിട്ടു കേട്ടോ. ഉലുവയും തേങ്ങാപ്പാലും അത് മതിയാ. അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും കുടിച്ചും ചെജ്ജാ. ചിലർക്ക് മരുന്നിൻ്റെ ചോയ, ജീരകത്തിൽ നല്ലീരൊക്കെ ഇടും. നല്ലീരം ചെറിയുള്ളിയും ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെയൊക്കെ കഞ്ഞി വെക്കൂട്ടാ. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ഇടയിൽ ഇപ്പം മോനൂസിനെ കുളിപ്പിച്ചാലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി അവന് മാറ്റി കൊടുക്കട്ടെ, ഇനി ഞാനും കുളിച്ചട്ടെ. ഇനി മഴ കുറവൊന്നുമില്ല. മഴ ഇറങ്ങണ നേരെയെങ്കിലും ഒന്ന് മഴ കുറഞ്ഞിട്ടെങ്കിൽ വിചാരിച്ചു ഞാൻ. കുട ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ അല്ലേ ഈ മഴയത്തെ. കഞ്ഞി ചൂടാറാൻ വേണ്ടി വിളമ്പി വെച്ചാലേ. അപ്പം അതുകൊണ്ടാ നമ്മളെ ഉലുവാകഞ്ഞി ഇതാ എല്ലാവരും ഒന്ന് കുടിച്ചു നോക്കോണി. മഴക്കാലത്ത് നല്ല തന്നെയാണേ. ഉലുവല്ലേ നല്ലതാട്ടോ, എല്ലാത്തിനും ഉലുവ നല്ലതാണ്. ഊരവേദനക്കൊക്കെ നമ്മൾ മരുന്നരിയതൊക്കെ പ്രസവിച്ച് കൊടുക്കുമ്പോഴൊക്കെ തിന്നലില്ല, കാര്യമായിട്ട് ഉലുവ വള്ളിയിലാവാനാണല്ലോ. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് കുടിച്ചു നോക്കി. നല്ല രസമുണ്ട്. പിന്നെ നല്ല രസമുണ്ടാവും. നല്ലോണം തേങ്ങാപ്പാലുമാണ് ഒഴിച്ചാൽ, ചെറിയ അരിയും വേണം. കുറേരി നല്ല അരിയും പറ്റൂട്ടാ. കുറേരിയാണ് നല്ലത്, രക്തോട്ടം ഉണ്ടാവാൻ ഇതിനൊക്കെ നല്ലത് ചെറിയ അരിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറട്ടെ, ഞാൻ ഓന് മാറ്റി കൊടുക്കട്ടെ. എന്നിട്ട് കുളിച്ച് കാണാൻ നോട്ട് ബുക്ക് വാങ്ങാൻ പോട്ടെ.